വെള്ളം ഒരുപാട് ദാഹിക്കും, ഡീഹൈഡ്രേഷൻ ഉണ്ടാകും. ഇതിനെ തുടർന്ന് ഒരുപാട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ വെള്ളം അമിതമായി കുടിക്കുന്നതോടുകൂടി ശരീരത്തിലെ സോഡിയം ലെവൽസ് അങ്ങ് കുറയും. ഇതിനെ തുടർന്ന് തലച്ചോറിൽ സ്വെല്ലിംഗ് ഉണ്ടാകും. അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് അങ്ങ് കൂടും. കാതോർത്താൽ നമുക്ക് ആ വ്യക്തിയുടെ ഹാർട്ട് റേറ്റ് കേൾക്കാൻ കഴിയും. അത്രയും ഇന്റൻസിറ്റിയിൽ ഹാർട്ട് കടന്ന് പട്ടപ്പട്ട ഇടിക്കും. ബ്ലഡ് പ്രഷർ അങ്ങ് കൂടും. ഇതിനെ തുടർന്ന് തലച്ചോറിനകത്ത് രക്തസ്രാവം ഉണ്ടാകും, സ്ട്രോക്ക് ഉണ്ടാകും. തലച്ചോറിൽ ഇപ്പോൾ ഒരുപാട് സെറോട്ടോണിൻ റിലീസ് ആയിട്ടുണ്ട്. ഇതിനെ തുടർന്ന് വ്യക്തി കോമയിലേക്ക് പോകും. ഇതുകൂടാതെ കിഡ്നി, ലിവർ എന്നിവയെല്ലാം ഫെയിൽ ആകും. റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടാകും, ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകും. ശേഷം മരണത്തിലേക്ക് പോകും. സോ ഇത്രയ്ക്ക് ഭയാനകമാണ് MDMA ഓവർഡോസ് എന്നുള്ളത്. ഓപ്പറേഷൻ ഡി ഹണ്ടിനെ തുടർന്ന് പോലീസും എക്സൈസും ഒക്കെ വിരണ്ടോടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഡ്രഗ്സ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ക്രിസ്റ്റൽ മെത്തോ അല്ലെങ്കിൽ MDMA ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ഹോൾസെയിൽ ആയിട്ടോ റീറ്റെയിൽ ആയിട്ടോ മറിച്ച് വിൽക്കാൻ ശ്രമിക്കാതെ, അത് യൂസ് ചെയ്യാൻ ശ്രമിക്കാതെ എത്രയും വേഗം ബാത്റൂമിനുള്ളിൽ കയറി ഇതിനെ ടോയ്ലറ്റിലേക്ക് ഇട്ട് ഫ്ലഷ് ചെയ്ത് കളയുക. ഇനി നിങ്ങളുടെ കയ്യിൽ മറ്റ് ഡ്രഗ്സ്, അതായത് കഞ്ചാവൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ എത്രയും വേഗം അതിനെ നശിപ്പിച്ച് കളയുക. ഇല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ പിടിക്കപ്പെടാം. നിങ്ങൾ പിടിക്കപ്പെടുന്നത് നിങ്ങൾ പോലും അറിയത്തില്ല. ടിവിയിലും പത്രത്തിലും ഒക്കെ നിങ്ങളുടെ പേരും ഫോട്ടോയൊക്കെ അവരിങ്ങനെ കാണിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. നല്ല ഇടിയും കിട്ടും, കേസാകും, ഭാവി തന്നെ അവിടെ തീരും. ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ പോകും. ഡ്രഗ്സ് ബിസിനസ് നടത്തി ഒരുപാട് വീട്ടുകാരുടെയൊക്കെ ശാപം നിങ്ങളുടെ തലയിലേക്ക് വരാതിരിക്കട്ടെ. സേ നോ ടു ഡ്രഗ്സ്.